ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സഖ്യത്തിന് തേരോട്ടം. 200-ലേറെ സീറ്റുകൾ നേടി ബി.ജെ.പി ജെ.ഡി.യു സഖ്യം ബീഹാറിൽ ഭരണ തുടർച്ച നേടി. അതേസമയം കനത്ത തിരിച്ചടിയാണ് മഹാസഖ്യത്തിനേറ്റത്. ആർ.ജെ.ഡിയും കോൺഗ്രസും തകർന്നടിഞ്ഞു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ചേരുന്നു. ആന്റണി, എൻ.ഡി.എക്ക് തന്നെയാണ് ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ച് ബീഹാറിൽ വലിയ വിജയം എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വലിയ മുന്നേറ്റം ഇത്തവണ ബി ജെ പിക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പി അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ രണ്ടാമത്തെ വലിയ കക്ഷിയായി ജെ.ഡി.യുയും വരുന്നു. അങ്ങനെ 204 സീറ്റുകളാണ് ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 204 സീറ്റുകളുമായി ബീഹാറിൽ തുടർച്ചയായ രണ്ടാം തവണയും എൻ.ഡി.എ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. നമുക്കറിയാം, ഈ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ ഏതോ ഒരു 8:51 എന്ന ആ സമയത്ത് 51-52 ആ ഒരു സമയത്ത് മാത്രമാണ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം വന്നത്. 91-90 എന്ന നിലയിലേക്കൊക്കെ ഇരു മുന്നണികളും വന്നെങ്കിൽ പോലും പിന്നീട് കണ്ടത് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു കുതിപ്പായിരുന്നു. അത് ബഹുദൂരം മുന്നിലേക്ക് കുതിക്കുന്ന നിലയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വോട്ടെണ്ണലിന്റെ ഓരോ നിമിഷവും കണ്ടത്. അങ്ങനെ അത് കുതിച്ച് 200-ന് മുകളിലേക്ക് എത്തി, 204-ലെത്തി ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ബി ജെ പിയുടെ ആ കൊടുങ്കാറ്റിൽ മഹാസഖ്യം ആകെ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. 33 സീറ്റുകളിലേക്ക് മഹാസഖ്യം ഒതുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ആർ.ജെ.ഡി ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെങ്കിൽ ഇത്തവണ 25-ഓളം സീറ്റുകൾ മാത്രമാണ് അവർക്ക് പിടിക്കാനായത്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ആർ.ജെ.ഡിക്ക് കാലിടറിയിരിക്കുന്നു. വലിയ തിരിച്ചടി അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് മധ്യ ബീഹാർ അടക്കമുള്ള ഭാഗങ്ങളിൽ, അത് അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളാണ്. യാദവ വോട്ട് ബാങ്കുകളിൽ പോലും വലിയ രീതിയിലുള്ള തിരിച്ചടി ആർ.ജെ.ഡിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് കഴിഞ്ഞ തവണ 19 സീറ്റുകൾ നേടിയപ്പോൾ ഇത്തവണ വെറും 2 അല്ലെങ്കിൽ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ മാറ്റം വരുന്നുണ്ട്. ഏതായാലും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അതിൽ മാറ്റമുണ്ടാകും. ഏതായാലും 10 കടക്കാൻ ഇത്തവണ കോൺഗ്രസിന് അവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധി അടക്കം നമുക്കറിയാം ബീഹാറിന്റെ എല്ലാ ജില്ലകളിലൂടെയും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ ഒരു യാത്രയൊക്കെ സംഘടിപ്പിച്ചതാണ്. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള തിരിച്ചടി ബി ജെ പിക്ക് ഈ മഹാസഖ്യത്തിന് അവിടെ നേരിട്ടിരിക്കുന്നു. എൻ.ഡി.എ സഖ്യം ഇത് വൻ ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും ബീഹാറിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ ഉയരുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത് അവിടുത്തെ വനിതാ വോട്ടർമാരുടെ ഒരു പങ്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടലാണ് ഇത്രയും വലിയ വിജയത്തിലേക്ക് ബി ജെ പിയെയും ജെ.ഡി.യുയെയും നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സ്ത്രീകൾക്ക് വേണ്ടി ചില ആനുകൂല്യങ്ങൾ, ക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ച് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം നൽകുന്ന പദ്ധതികൾ അടക്കം നിതീഷ് കുമാർ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതെല്ലാം ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഈ വോട്ട് ചോരി അടക്കമുള്ള ആരോപണങ്ങളിൽ തന്നെയാണ് അവരിപ്പോഴും നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആരോപണം. ഏതായാലും വൈകുന്നേരം 7 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ബി ജെ പിയുടെ വിജയാഘോഷം ഇന്ന് ഡൽഹിയിലെ ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി തന്നെയാണ് പരിപാടിയിൽ പങ്കെടുക്കുക. ഏതായാലും വലിയ ഒരു മുന്നേറ്റം ബീഹാറിൽ ഉണ്ടായിരിക്കുന്നു. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ ഒക്കെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു ജനവിധിയാണ് ബീഹാറിൽ നിന്ന് വന്നിരിക്കുന്നത്. ശരി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സഖ്യത്തിന് തേരോട്ടം. 200-ലേറെ സീറ്റുകൾ നേടി ബി.ജെ.പി ജെ.ഡി.യു സഖ്യം ബീഹാറിൽ ഭരണ തുടർച്ച തേടി. അതേസമയം കനത്ത തിരിച്ചടിയാണ് മഹാസഖ്യത്തിനേറ്റത്. ആർ.ജെ.ഡിയും കോൺഗ്രസും തകർന്നടിഞ്ഞു. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.